എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ദോശയും പാലക്കറിയൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചക്കുള്ള പരിപാടിയിലേക്ക് കടന്നു. ഉച്ചക്കൊരു പുളിങ്കറി, വെള്ളരിക്ക പുളിങ്കറി എന്ന് പറഞ്ഞാൽ വളരെ കണ്ണൂർ സൈഡിലേക്കൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കറിയാണ് വെള്ളരിക്ക പുളിങ്കറി. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള നല്ലൊരു കറിയാണ്. വെള്ളരിക്കൊക്കെ ഓരോ സീസൺ ഉണ്ടല്ലോ, ആ സമയത്തൊക്കെ വെള്ളരിക്ക പുളിങ്കറി തന്നെയായിരിക്കും എല്ലാ വീടുകളിലും. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം. വെള്ളരിക്ക മുറിച്ചിട്ട സമയത്ത് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചു മറന്നുപോയി സത്യം പറഞ്ഞാൽ. അപ്പം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളായി മുറിച്ച്, ഇത് തോലോടുകൂടി തന്നെയാണ് മുറിക്കുന്നത്. വെള്ളരിക്ക തോലോടുകൂടി തന്നെ നല്ലാണ്ട് കഴുകിയിട്ട് തോലോടുകൂടി തന്നെ മുറിച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ ഇട്ട് വേവിക്കുക. വേവിച്ചതിന് ശേഷം തേങ്ങയും ജീരകവും നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ട് അത് ഈ കറിയിൽ മോരൊഴിച്ചിട്ടും വെക്കാം. പിന്നെ ഞാനൊരു കഷ്ണം മാങ്ങയാണ് ചേർത്തത്. ഒരു പച്ച മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം വളരെ വിരളമായിട്ടാണ് പച്ചമാങ്ങ കിട്ടിയത്. ആദ്യമായിട്ട് പച്ചമാങ്ങ കിട്ടിയതുകൊണ്ടുള്ള ഒരു സന്തോഷത്തിൽ ഇതിലൊരു പകുതി പച്ച മാങ്ങയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് കാണാൻ പറ്റും, പച്ച മാങ്ങയുടെ കഷ്ണങ്ങൾ. പച്ച മാങ്ങ ചേർത്തുകൊണ്ട് മോരോ അല്ലെങ്കിൽ പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മാങ്ങ ഇല്ലെങ്കിൽ പുളി ചേർക്കാം, അല്ലെങ്കിൽ മോര് ചേർക്കാം. ഇത് തേങ്ങ അരച്ചതിനകത്ത് കലക്കി തിളയ്ക്കുമ്പോൾ കാണിച്ചു തരാം. അങ്ങനെ വെള്ളരിക്ക പുളിങ്കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തിളച്ച് കുറച്ച് കുറുകി വരണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിന് ഉപ്പൊക്കെ പാകത്തിലാണോ എന്ന് നമുക്ക് നോക്കാം. തിളക്കട്ടെ. അത് കഴിഞ്ഞൊരു ബീറ്റ്റൂട്ടിൻ്റെ ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കാം. ബീറ്റ്റൂട്ട് കുറച്ച് ദിവസമായി ഫ്രിഡ്ജിൽ വാങ്ങി വെച്ചിട്ട്, ബീറ്റ്റൂട്ട് അങ്ങനെ കേടാവില്ല. ഇതൊരു ഒരാഴ്ച മുമ്പേയുള്ള ബീറ്റ്റൂട്ടാണ്. ഒരാഴ്ചയിൽ ഒരു 10 ദിവസം 5 ദിവസമൊക്കെ ആയാലും ബീറ്റ്റൂട്ട് അങ്ങനെ വാടിപ്പോവും, കേടാവുമൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ. അപ്പോൾ അതുകൊണ്ട് ബീറ്റ്റൂട്ട് കൊണ്ടുള്ള ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കാം. ഞങ്ങൾ ഇന്നലെ രാത്രി പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ട് പൊറോട്ട. അത് നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയാണ്. ഇന്നലെ കഴിച്ചു. ചിക്കൻ കറിയും പെപ്പർ ചിക്കൻ ഉണ്ടാക്കി വീട്ടിൽ, അതും ഒരു പൊറോട്ട പുറത്തുനിന്ന് വാങ്ങി. മൈദയാണ് പൊറോട്ട കഴിക്കുന്നത് ശരിയല്ല, നല്ലതല്ല എന്നൊക്കെ അറിയാം, എല്ലാവരും പറയാറുണ്ട്, നമുക്കും അറിയാം. പക്ഷേ പൊറോട്ട എന്തുകൊണ്ടോ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ്. എപ്പോഴൊന്നും വാങ്ങാറില്ല, വല്ലപ്പോഴൊക്കെ ഒരു പൊറോട്ട വല്ലപ്പോഴും കഴിച്ചാൽ ഒരു സന്തോഷമാണ് മലയാളികൾക്ക്. തീ കത്തുന്നുണ്ട്, അത് ആവട്ടെ. ഞാൻ രാവിലെ എഴുന്നേറ്റു, വാക്കിങ്ങിനൊക്കെ പോയി. വാക്കിങ്ങിന് പോയി കുറേ ദൂരം നടന്നു. തിരിച്ചു വരുമ്പോൾ നല്ല സുഖമാണ്. നമുക്ക് ആ രാവിലത്തെ തണുപ്പത്ത് നടന്നു വരുമ്പോൾ നല്ല സുഖമാണ്. നടന്നു വന്നു, കുളിയൊക്കെ കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. വീട്ടിലുള്ളവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാൻ ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് കടന്നു. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ അടുക്കളയിലാണ്, പുളിങ്കറിയുടെ പരിപാടിയിലാണ് കേട്ടോ. ഇനി അതിൻ്റെ ബാക്കി കാണിച്ചു തരാം. ഈ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫാക്കിയിട്ട് ഇതിലേക്ക് വറവിടാം. അപ്പോൾ നമ്മുടെ പുളിങ്കറി വറവിടാൻ പോവാണ്. കടു ദൂരന്നോളെ പൊട്ടിപ്പൊട്ടോ. കടു ഇട്ടു. കടു പൊട്ടിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് കടുവിനെ അടച്ചു വെക്കാം. കടുവിനെ ഞാൻ അടച്ചു വെച്ചാൽ കടു പൊട്ടിച്ച് ഒഴിക്കളില്ല. പിന്നെ ഉണക്കമുളക്, കരിവേപ്പില, അതിന് ശേഷം ഒരു ലേശം ഉലുവ. എൻ്റെ അടുത്ത് ഉലുവ പൊടിയാണ്, ഉലുവ ഇട്ടാലും മതി ഇതിനകത്തിടുക. അപ്പോൾ ഒരു പ്രത്യേക മണം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വറവിട്ടതിന് ഇതാണ് വറവ്. തീ ഓഫ് ചെയ്തു. അങ്ങോട്ട് കാണിക്കൂ ക്യാമറമാൻ. വറവ് എന്നിട്ട് നമ്മളെന്ത് ചെയ്യും, പാത്രം ഇങ്ങനെ കഴുകിയിട്ട് ഇതിലേക്കിടും. അപ്പം കറിയിലേക്ക് കാണിക്കൂ. കറി ഇങ്ങനെ ഇളക്കി ഇതാണ് പുളിങ്കറി. ഇത് അടച്ച് കുറച്ച് നേരം വെച്ച് നമ്മൾ കഴിക്കേണ്ട സമയമാകുമ്പോഴത്തേക്കും അതൊന്നുകൂടി കുറുകി നല്ല ടേസ്റ്റുള്ള വെള്ളരിക്ക പുളിങ്കറിയായി മാറിയിട്ടുണ്ടാകും. ഇതാണ് നമ്മുടെ ഇന്നത്തെ കറി. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതാണ് ബീറ്റ്റൂട്ടിൻ്റെ തോരൻ എന്ന് പറയാം. ഞങ്ങൾ ഉപ്പേരി എന്നാണ് പറയാറ്. ബീറ്റ്റൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ടാക്കും. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല, എല്ലാം കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇതിനെന്തോ ഒരു കേടുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പം ശരി, എല്ലാവർക്കും ഹായ് ബൈ.